അപ്പോൾ ദിസ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ ഒരു റോളർ സപ്പോർട്ടിന്റെ ഫ്രെയിം വരുന്ന കേസാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു കാന്റിലിവർ ആയതുകൊണ്ടാണ് എൻ്റെ നമുക്ക് സെക്ഷൻ കട്ട് ചെയ്തപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമേ നോക്കാവൂ എന്ന് ഞാൻ പറഞ്ഞത്. ഹിഞ്ച്ഡോ റോളറോ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഞാനിപ്പോൾ BA ഒരു സെക്ഷൻ കട്ട് ചെയ്തു, എനിക്കിതിൻ്റെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് മൊത്തം നോക്കണമെന്നില്ല, ജസ്റ്റ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കിയാൽ മതി. താഴോട്ട് വല്ല ലോഡ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ ലോഡിന് കറസ്പോണ്ടിങ് ഉള്ള മൊമെന്റ് ആണ് എൻ്റെ ക്യാപിറ്റൽ M. ഐ ഹോപ്പ് ആ ഒരു പോർഷൻ ക്ലിയർ ആയിന്ന്. ഞാനിപ്പോൾ പറഞ്ഞതിൽ വല്ല ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ പോസ് ചെയ്യാൻ എന്നോട് ഇപ്പം തന്നെ ചോദിക്കുക കേട്ടോ, കാണുമ്പോൾ തന്നെ. അപ്പം ഇത് തന്നെ ഹിഞ്ച്ഡും റോളർ സപ്പോർട്ടും ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്നാ ഇത് കണ്ടുപിടിക്കണം, അതിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു RAയും ഇവിടെ ഒരു RFും ഉണ്ടാവും. അതേണ്ടേ RA + RF എന്ന് പറയുന്നത് ടോട്ടൽ ഹൊറിസോണ്ടൽ ലോഡ് എത്രയാ? 24. അതാണ് RA + RF = 24. ഇനി മൊമെന്റ് അബൌട്ട് A or B എടുക്കുക. അപ്പം ഞാൻ മൊമെന്റ് അബൌട്ട് A = പിന്നെ വേറെ ഇത് ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. അപ്പം ഇവിടെ ഒരു RAയും ഉണ്ട് HAയും ഉണ്ട്, ഇവിടെ ഒരു RF മാത്രമേ ഉള്ളൂ, കാരണം റോളർ സപ്പോർട്ട്. അപ്പം ഞാൻ ഇനി മൊമെന്റ് അബൌട്ട് A = 0 എടുത്തു. മൊമെന്റ് അബൌട്ട് A ഞാനിവിടെ 0 എടുക്കുമ്പം HA ഇവിടെ ആക്ട് ചെയ്യുന്നു, നോ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അത് കാരണം ഒരു മൊമെന്റും RAയിൽ ഉണ്ടാവില്ല. പക്ഷെ 12 kN കാരണം ഉണ്ടാവും. അപ്പോൾ ഒരു 12 × 3 ഉണ്ട്, പിന്നെ ഒരു 24 × 2 ഉണ്ട്, കാരണം 24 ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. അപ്പോൾ അത് തമ്മിൽ ഇടയിലൊരു ഡിസ്റ്റൻസ് 2 മീറ്റർ. 24 × 2 ഉണ്ട്, പിന്നെ ഒരു RF × ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 4 മീറ്ററും ഉണ്ട്. അതാണ് മൊമെന്റ് അബൌട്ട് Aയുടെ അടുത്തേക്ക് RF × 4 + 24 × 2 + 12 × 3. അത് നമുക്ക് RF കിട്ടും, ഇതിൽ അപ്ലൈ ചെയ്യാൻ RAയും കിട്ടും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സിഗ്മ x = 0 എന്ന് എടുത്താൽ HA + 12 kN = 0 എന്ന് കിട്ടും. അപ്പം HA എന്ന് പറഞ്ഞാൽ -12 kN എന്ന് കിട്ടും. ആ 12 kN ആണ് ഈ ഇവിടെ എഴുതിയിരിക്കുന്നത്. 12 kN ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മൈനസ് ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ്, മൈനസ് എന്നിട്ട് 12 kN എഴുതി. അപ്പം നമ്മൾ റിയാക്ഷൻ സപ്പോർട്ടൊക്കെ സോൾവ് ചെയ്തു. ഇനി നേരത്തെ പോലെ തന്നെ ബീംസ് പോലെ തന്നെ മൊമെന്റ് സോൾവ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക മൊമെന്റ് സോൾവ് ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ പിന്നെ എവിടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. Determine the horizontal deflection at the roller support of the frame. ഇവിടെ റോളർ സപ്പോർട്ട് തന്നെ Fലാണ്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇവിടെ ഒരു 1 kN ഇട്ട് കൊടുത്തു. പിന്നെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 1 kN ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മളൊരു 1 kN ഇട്ട് കൊടുക്കും. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇപ്പം ഞാനിവിടെ 1 kN എടുത്തു, എന്നിട്ട് സിഗ്മ FY = 0 എന്ന് എടുത്തു. അപ്പം എന്താണ് VA അല്ലെങ്കിൽ റിയാക്ഷൻ RA, വാട്ട് എവർ നെയിം യു ഗേവ്, RA + RF = 0. അപ്പം RA RFും സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ക്യാൻസൽ ഔട്ട് ആയിപ്പോവും. അതുപോലെ തന്നെ ഞാൻ സിഗ്മ x = 0 എന്ന് എടുത്തു, വെച്ചാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ 1 kN = 0 എന്ന് വരും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസിന്റെ അസംഷനിൽ തന്നെ ബേസിക് ആണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ 1 kN നമുക്ക് =0 ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ 1 kN ഓപ്പോസിറ്റ് സ്ഥലത്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഫ്രെയിംസിൽ വരുമ്പോൾ മാത്രമേ അത് ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. നമുക്കൊരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ആ സമയം വേറെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഒന്നും അവിടെ ഇല്ല എങ്കിൽ ഒരു 1 kN ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 1 kN കൂടെ നമ്മൾ ആ ഫ്രെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഫ്രെയിം അനലൈസ് ചെയ്യണം. വലിയ എമ്മും സ്മോൾ എമ്മും കണ്ടുപിടിക്കണം. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ട്രൈ ദിസ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ചെയ്ത് നോക്കുക. എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം, കാരണം കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഈ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ കാന്റിലിവർ ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് 1 kN ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഓപ്പോസിറ്റ് 1 kN ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹിഞ്ച്ഡോ റോളർ സപ്പോർട്ടോ ആണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാന്റിലിവറിന്റെ കേസ് ആണെങ്കിൽ കാന്റിലിവർ ഫ്രെയിം, ഇതുപോലത്തെ ഒരു കാന്റിലിവർ ഫ്രെയിം ആണെങ്കിൽ
ഇവിടെ ഒരു എന്താണ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 1 കിലോ ന്യൂട്ടൺ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്രെയിമിൽ ഓപ്പോസിറ്റ് എവിടെയും നമ്മളൊരു 1 കിലോ ന്യൂട്ടൺ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാന്റിലിവർ ഫ്രെയിം ആണെങ്കിൽ. ഞാൻ പറഞ്ഞ മറ്റേ കണ്ടീഷൻ ഹിഞ്ച്ഡ് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട്, ഹിഞ്ച്ഡ് സപ്പോർട്ടിന് മാത്രമേ വരത്തുള്ളൂ. ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ അത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയായിരുന്നു ഫ്രെയിംസിൻ്റെത്. ഇനി നമുക്ക് ഡിറ്റർമിനേഷൻ ഡിഫ്ലക്ഷൻ ഓഫ് ട്രസ് നോക്കാം ബൈ യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഇപ്പം ഇതുവരെ പഠിച്ചതിന് ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ട്രസ്സിൻ്റെ മെത്തേഡിലോട്ട് പോകുന്നത്. ഫോർമുല ഡിഫറെൻ്റ് ആണ്, കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആണ്, ഈവൻ ടേബിൾ വരെ ഡിഫറെൻ്റ് ആണ്. സോ ഫ്രെയിംസും ബീംസും കൈൻഡ് ഓഫ് ഒരേപോലെ തന്നെയാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആക്ച്വലി ട്രസ്സും ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ല. പക്ഷെ മോഡ്യൂൾ 1 മെത്തേഡ് ഓഫ് ജോയിൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ട്രസ് യൂസിങ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. ട്രസിന്റെ കേസ് വരുമ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ PKL/AE. എന്തൊക്കെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇതെന്താ, ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ഡി. ഡിയിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഇൻ ദ ട്രസ് the cross sectional area for members ADDE is 1500 mm square and for other members is 1000 mm square. Modulus of elasticity E is equal to 200 kilonewton per mm square. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്, കുറച്ചിൻ്റെ ഒക്കെ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു 60 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ട്രസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ ആദ്യം ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. ടേബിൾ എന്ന് പറഞ്ഞാൽ ആദ്യം മെമ്പേഴ്സ്, എല്ലാ മെമ്പറും BCD എല്ലാ മെമ്പേഴ്സും എഴുതുക, അതിൻ്റെ ലെങ്ത് ഒക്കെ എഴുതുക. ഇപ്പം മെജോറിറ്റി കേസസിൽ ലെങ്ത് ഒക്കെ തന്നിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് ട്രിഗ്നോമെട്രി വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ലെങ്ത് ഒക്കെ എഴുതുക. പിന്നെ അതിന് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ തന്നിരിക്കും, ഏരിയ ഒക്കെ തരും, ഏരിയ ഒക്കെ എടുത്ത് എഴുതുക. പിന്നെ അടുത്ത P എന്ന് പറയുന്നത് ലോഡാണ്. നമ്മുടെ വലിയ M പോലെ ഇവിടെ വലിയ P ആണ്. ആൻഡ് സ്മോൾ K എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ഡിഫ്ലക്ഷൻ അവിടെ ഇട്ട് മൊമെന്റ് ഇട്ട് കൊടുക്കും, അവിടെ ലോഡ് ഇട്ട് കൊടുക്കുക, അപ്പൊ കിട്ടുന്ന ഫോഴ്സ് വാല്യൂസ് ആണ് സ്മോൾ K എന്ന് പറഞ്ഞാൽ. ഓരോന്നും പറഞ്ഞുതരാം. അപ്പൊ വലിയ P എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നല്ലേ, നമ്മൾ സാധാരണ ഒരു ട്രസ് എടുക്കാതെ ഇതുപോലെ ABED നമുക്ക് ട്രസ് തന്നു. ഇവിടെ 60 കിലോ ന്യൂട്ടൺ. മോഡ്യൂൾ 1 നമ്മൾ പഠിച്ച പോലെ തന്നെ എന്താണ് ഇത് സോൾവ് ചെയ്യുക, എവറി മെമ്പേഴ്സിലും ഫോഴ്സസ് സോൾവ് ചെയ്യുക, അപ്ലൈ ഇവിടെ P എഴുതുക, അതാണ് P. ഇപ്പം BCയിലെ ADC ഇതിൽ ഓരോന്നിലെയും ഫോഴ്സസ് ആണ് എഴുതിയിരിക്കുന്നത്. ടെൻഷൻ ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ്, കംപ്രഷൻ ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവ്, അത്രയേ ഉള്ളൂ. PL എഴുതുക. ഇനി K എന്ന് പറയുന്നത് എവിടെയാണോ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ പറഞ്ഞു വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ഡി, എവിടെയാണോ കണ്ടുപിടിക്കേണ്ടത്, ലൈക്ക് ഇവിടെ നോക്കിക്ക്, ഇവിടെ കണ്ടോ, ഇവിടെ നേരത്തെ ഓരോ ജോയിന്റിനെയും സോൾവ് ചെയ്ത് ഫോഴ്സസ് കണ്ടുപിടിച്ചിരിക്കുവാണ്. ഇനി ഫൈൻഡ് K കണ്ടുപിടിക്കണമെങ്കിൽ എവിടെയാണ്, ഡിന്റെ അവിടെ 1 കിലോ ന്യൂട്ടൺ ഇട്ട് കൊടുക്കുക. ഡിന്റെ 1 കിലോ ന്യൂട്ടൺ എടുത്തിട്ട് ഈ മെമ്പേഴ്സ് എല്ലാം ഒന്നും കൂടെ സോൾവ് ചെയ്യണം. മെത്തേഡ് ഓഫ് ജോയിൻസോ സെക്ഷൻസോ വിച്ച് എവർ യു ലൈക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് ടേബിളിൽ എല്ലാം അപ്ലൈ ചെയ്യുക. ആ മെമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് Pയും Kയും എഴുതാം. P എന്ന് പറയുമ്പോൾ തന്നേക്കുന്ന ലോഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്തത്, K എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത 1 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ലോഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെൽറ്റ ഇസ് ഈക്വൽ ടു PKL/E, P ഇൻറ്റു K ഇൻറ്റു L/A/E. E എന്ന് പറഞ്ഞാൽ 200⁵. A അങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാ ഡിഫ്ലക്ഷൻ്റെയും സമ്മാണ്. അതെത്രയാണ്, അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ. ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ ട്രസ്സിൻ്റെ കാര്യം. ട്രസ് ആക്ച്വലി സിമ്പിൾ ആണ്, മനസ്സിലാക്കാൻ സിമ്പിൾ ആണ്, കുറച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. കുറേ മെത്തേഡ് ഓഫ് ജോയിൻസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഓരോ ലോഡ് കേസസ് വരുമ്പോഴും മെമ്പർ ഫോഴ്സസ് കണ്ടുപിടിക്കുക, ടേബിളിൽ അപ്ലൈ ചെയ്യുക, ടേബിളിൽ സോൾവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. സെയിം രീതി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആക്ച്വലി KT നോട്ട്സിൽ പ്രോബ്ലംസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യണേ.
വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് ലോഡ് മെത്തേഡ് അപ്പം ഇതോടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ ബീംസ്, ഫ്രെയിംസും ട്രസ്സും കഴിഞ്ഞു. ഇനി ഈ മോഡ്യൂളിൽ നമുക്ക് ഒരു ഇതും കൂടെ ഉണ്ട്, സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചും കൂടെ കണ്ടുപിടിക്കാനുണ്ട്.